ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് 1999 റിലീസായ ഒരു സൈക്കോളജിക്കൽ ത്രില്ലർ മൂവിയാണ്. ഡേവിഡ് ഫിഞ്ചർ ഡയറക്ട് ചെയ്ത ഈ സിനിമയുടെ പേര് ഫൈറ്റ് ക്ലബ് എന്നാണ്. വളരെ പ്രത്യേകതയുള്ള ഒരു സിനിമയാണിത്. ഈ സിനിമ കണ്ടിട്ടുള്ളവർക്കറിയാം, ഈ സിനിമയുടെ ക്ലൈമാക്സ് എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒന്നാണ്. ഒന്ന് കണ്ടു നോക്കൂ, തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഈ കഥ തുടങ്ങുമ്പോൾ ഇതിലെ ഹീറോനെ ഒരുത്തനൊരു സ്ഥലത്ത് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ഇതിലെ നായകനെ നമുക്ക് ജാക്ക് എന്ന് വിളിക്കാം. അവൻ അവന്റെ ജീവിതത്തിൽ നടന്ന ചില കാര്യങ്ങൾ കഥയായിട്ട് നമ്മുടെ മുന്നിൽ പറഞ്ഞു തരികയാണ്. ഇതിലെ വില്ലന്റെ പേര് ടൈലർ എന്നാണ്. ഈ ടൈലറാണ് ഈ ജാക്കിനെ അവിടെ ഒരു കസേരയിൽ കെട്ടിവെച്ചിരിക്കുന്നത്. ഈ ടൈലറും അവന്റെ ടീമും കൂടെ സിറ്റിയിലുള്ള 12 ബിൽഡിങ്ങിന്റെ അടിയിലായിട്ട് നിരത്തി ബോംബ് സെറ്റ് ചെയ്തിട്ടുണ്ട്. പ്രൊജക്ട് മേഹേം എന്നാണ് ടൈലറിന്റെ ഈ ഒരു മിഷന്റെ പേര്. 2 മിനിറ്റിനകം മെയിൻ ബോംബ് പൊട്ടിത്തെറിക്കും. അത് പൊട്ടിത്തെറിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ അതോടുകൂടെ ബാക്കി എല്ലാ ബോംബുകളും പൊട്ടും. അങ്ങനെ 12 ബിൽഡിംഗ് നിലം പതിക്കും. ഇതാണ് 2 മിനിറ്റിനകം സംഭവിക്കാൻ പോകുന്നത്. ജാക്കിനാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത് എന്നൊരു എത്തുംപിടിയും കിട്ടുന്നില്ല. ഇനി എന്താണ് ജാക്കിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് അതറിയാൻ നമുക്ക് കുറച്ച് പുറകിലേക്ക് സഞ്ചരിച്ച് നോക്കാം. ഈ ജാക്ക് ജോലി ചെയ്യുന്നത് ഒരു മൾട്ടിനാഷണൽ കമ്പനിയിലാണ്. തീരെ താല്പര്യമില്ലാതെയാണ് അവൻ ആ ജോലി ചെയ്യുന്നത്. കാരണം അവിടെ അവനൊരു അടിമയെ പോലെയാണ്. അവന്റെ ബോസ് പറഞ്ഞതിനനുസരിച്ചിട്ട് തുള്ളുക, അതാണ് അവനിപ്പോൾ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഡെയിലി യാത്രയും ജോലി തിരക്കൊക്കെ ആയതുകൊണ്ട് തന്നെ അവൻ 6 മാസമായി ഒന്ന് മര്യാദയ്ക്ക് ഉറങ്ങിയിട്ട് അവനിപ്പം ഇൻസോംനിയ എന്നൊരു അസുഖം പിടിപെട്ടിരിക്കുകയാണ്. തീരെ ഉറക്കമില്ല. ഇതൊക്കെ കൊണ്ട് തന്നെ ഒരു ദിവസം അവനൊരു ഡോക്ടറെ കാണാൻ ചെന്നു. അവൻ ഡോക്ടറെ അടുത്ത് പറയുന്നത്, നോക്കൂ ഡോക്ടർ, ഞാൻ ഉറങ്ങിയിട്ട് 6 മാസമായി. ഞാൻ വല്ലാണ്ട് കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഉറങ്ങാനുള്ള എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് കുറിച്ച് തരണം എന്നാണ് അവൻ ഡോക്ടറോട് പറയുന്നത്. ഈ സമയം ഡോക്ടർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോക്ക് മിസ്റ്റർ ജാക്ക്, ഞാൻ നിങ്ങളെ പരിശോധിച്ചു. നിങ്ങൾക്ക് ഉറങ്ങാൻ വേണ്ടി മരുന്നിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള ഉറക്കമാണ്. നന്നായിട്ടൊക്കെ ഒന്ന് എക്സസൈസ് ചെയ്താൽ തീരാവുന്ന പ്രശ്നമേ നിനക്കുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവാണ്. അത് കാണുമ്പോൾ, നിക്ക് ഡോക്ടർ, പോവല്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ലേ? ഞാൻ വല്ലാത്തൊരു വേദനയിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും ഒരു മരുന്ന് എനിക്ക് കുറിച്ചതാ. വളരെ ദയനീയമായിട്ടാണ് അവനത് ഡോക്ടറോട് പറയുന്നത്. അത് കേൾക്കുമ്പോൾ വല്ലാത്ത വേദനയാണെന്നോ? വേദനയെക്കുറിച്ച് നിങ്ങൾക്ക് എന്തറിയാം മിസ്റ്റർ? യഥാർത്ഥ വേദന എന്താണെന്ന് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ചൊവ്വാഴ്ച നിങ്ങൾ പള്ളിയിലേക്ക് ചെല്ല്. വൃഷണത്തിലെ ക്യാൻസർ ബാധിച്ച ഒരു കൂട്ടം ആൾക്കാരെ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും. അവരോടൊന്ന് ഇടപഴകി കഴിയുമ്പോൾ യഥാർത്ഥ വേദന എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും എന്ന് പറഞ്ഞിട്ട് ഡോക്ടർ അവിടുന്ന് പോയി. അങ്ങനെ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ചൊവ്വാഴ്ച രാത്രി അവൻ നേരെ പള്ളിയിലേക്ക് ചെന്നു. ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ അവിടെ ഒരുപാട് ആളുകൾ കൂടിയിട്ടുണ്ട്. ഇവരെല്ലാവരും വൃഷണത്തിൽ ക്യാൻസർ ബാധിച്ചവരാണ്. അവരിങ്ങനെ അവിടെ കൂട്ടമായിട്ടിരിക്കുകയാണ്. ജാക്കും ചെന്നിട്ട് അവിടെ ഒരു കസേരയിൽ കയറിയിരുന്നു. അവിടെ എല്ലാവർക്കും ക്യാൻസർ ആണെങ്കിലും ജാക്കിന് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. അവനൊരു ഉഡായിപ്പ് വേദനക്കാരനാണ്. ഇനി അവിടെ നടക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരൊക്കെ ക്യാൻസർ ബാധിച്ചതിന് ശേഷം ഉണ്ടായ അവരുടെ വേദനകളൊക്കെ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറയും. അതാണ് ഇപ്പോൾ ആദ്യം നടക്കുന്നത്. അങ്ങനെ വേദനകളൊക്കെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഓരോരുത്തരായിട്ട് അവർക്ക് വേണ്ട ഓരോരു ജോഡിയെ കണ്ടെത്തും. എന്നിട്ട് ആ ജോഡീന്റെ അടുത്ത് അവരുടെ വേദനകൾ പറഞ്ഞിട്ട് അവർ കരയും. അങ്ങനെയാണ് അവരുടെ വിഷമങ്ങൾ തീർക്കുന്നത്. അങ്ങനെ എല്ലാവരും എഴുന്നേറ്റിട്ട് ഓരോരോ ജോഡികളെ കണ്ടെത്തി. ഇപ്പൊ ജാക്കിന് കിട്ടിയിരിക്കുന്ന ജോഡിയുടെ പേര് ബോബ് എന്നാണ്. ഇവന്റെ ശരീരത്തില് ഫീമെയിൽ സെക്സ് ഹോർമോണൊക്കെ കൂടിയിട്ട്, അതിന്റെ കാരണം വൃഷണത്തിലെ ക്യാൻസർ ആയതുകൊണ്ട് ബോബിന്റെ വൃഷണങ്ങളൊക്കെ നീക്കം ചെയ്തു. പിന്നെ ഹോർമോൺ തെറാപ്പി തുടങ്ങി. ഈ മെയിൽ സെക്സ് ഹോർമോണായ ടെസ്റ്റോസ്റ്റിറോണിന്റെ ഉയർന്ന അളവ് കാരണം അവന്റെ ശരീരം ഫീമെയിൽ സെക്സ് ഹോർമോണായ ഈസ്ട്രജൻ ഉൽപ്പാദിപ്പിച്ചു. മാത്രമല്ല ആള് നല്ല സൈസുമാണ്. അങ്ങനെ ബോബ് വന്നിട്ട് ജാക്കിനെ കെട്ടിപ്പിടിച്ചിട്ട് അവന്റെ വിഷമങ്ങളൊക്കെ പറയാൻ തുടങ്ങി. ഈ ബോബ് എന്ന് പറയുന്നത് ഒരു ബോഡി ബിൽഡർ ആയിരുന്നു. മസിൽ വെക്കാൻ വേണ്ടി അവൻ ഒരുപാട് സ്റ്റിറോയിഡുകളൊക്കെ ശരീരത്തിലേക്ക് കുത്തിവെച്ചു. അങ്ങനെയാണ് അവൻ ഈ അസുഖം വന്നിരിക്കുന്നത്. ഈ അസുഖം വന്നതിന് ശേഷം അവൻ ഡിവോഴ്സായി. ഒരുപാട് മരുന്നുകളൊക്കെ വാങ്ങിക്കൂട്ടിയതുകൊണ്ട് ഒരുപാട് കടവും അവനുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് ബോബ് ജാക്കിനെ കെട്ടിപ്പിടിച്ച് കരയുന്നത്. അവന്റെ ആ വിഷമങ്ങളൊക്കെ കേൾക്കുമ്പോൾ ജാക്കും വല്ലാണ്ട് അങ്ങോട്ട് കരയാൻ തുടങ്ങി. അത് അവനിൽ വല്ലാത്തൊരു മാറ്റമാണ് ഉണ്ടാക്കിയത്. അവന്റെ വിഷമങ്ങളൊക്കെ ബോബിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു തീർത്തപ്പോൾ അവന് നല്ല രീതിയിൽ ഉറക്കം കിട്ടി. അന്ന് രാത്രി കൊച്ചു കുട്ടികൾ കിടന്ന് ഉറങ്ങുന്നതിനേക്കാളും നന്നായിട്ടാണ് ജാക്ക് കിടന്നുറങ്ങിയത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവന് വല്ലാത്തൊരു ഉണർവായിരുന്നു. ഈ ഗ്രൂപ്പിൽ ചെന്നിരിക്കുന്ന പരിപാടി അവന് ശരിക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ഈ വൃഷണത്തിൽ ക്യാൻസർ ബാധിച്ചവരുടെ ഗ്രൂപ്പ് ചൊവ്വാഴ്ച മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അവനാണെങ്കിൽ എല്ലാ ദിവസവും ഈ ഗ്രൂപ്പിൽ പോയിരിക്കാൻ താല്പര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വൃഷണത്തിൽ ക്യാൻസർ ബാധിച്ച പോലത്തെ മറ്റു ഗ്രൂപ്പുകളുണ്ടോ എന്നൊക്കെ അവൻ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കുറെ ഗ്രൂപ്പുകൾ കണ്ടെത്തി അവൻ ഓരോ ദിവസവും ആ ഗ്രൂപ്പുകളിൽ ചെന്നിരുന്നിട്ട് അവന്റെ വിഷമങ്ങളൊക്കെ പറഞ്ഞ് കരഞ്ഞു തീർത്തു. അങ്ങനെ ജാക്ക് ഇപ്പോൾ പുതിയൊരു മനുഷ്യനായിട്ട് മാറിയിരിക്കുകയാണ്. ഈ ഉറക്കമെന്ന പ്രശ്നം അവനെ തീരെ അലട്ടുന്നതേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ദിവസം രാത്രി അവനിപ്പോ ഒരു ഗ്രൂപ്പിൽ ചെന്നിരിക്കുകയാണ്. ഈ സമയത്താണ് ഒരു ലേഡി അങ്ങോട്ട് വരുന്നത്. ഇവളുടെ പേര് മാർല സിംഗർ എന്നാണ്. ഇവളും ജാക്കിനെ പോലെ ഒരു ഉഡായിപ്പ് വേദനക്കാരിയാണ്. ആ കാര്യം ജാക്കിന് മനസ്സിലായി. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തായിട്ട് ഇവൻ പോകുന്ന എല്ലാ ഗ്രൂപ്പിലും ഇവളും വരാറുണ്ട്. എന്തിനേറെ പറയുന്നു, ആ വൃഷണത്തിൽ ക്യാൻസർ ബാധിച്ച ആൾക്കാരുടെ ഗ്രൂപ്പിൽ ഒരാൾ വരാറുണ്ട്.
അവിടെ അവൾക്ക് വരേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ കൊണ്ടാണ് അവളൊരു ഉഡായിപ്പ് വേദനക്കാരിയാണ് എന്ന കാര്യം അവന് മനസ്സിലായത്. ഇപ്പൊ ഈ മാർലിയുടെ പ്രശ്നം അവനെ വല്ലാതെ അലട്ടിയിരിക്കുകയാണ്. അവളെ ഗ്രൂപ്പിൽ വന്നിരിക്കുന്നതുകൊണ്ട് അവന് ഗ്രൂപ്പിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. മാത്രമല്ല 4 ദിവസമായി അവൻ മര്യാദയ്ക്കൊന്ന് ഉറങ്ങിയിട്ട് അവനിപ്പോ പഴയ അവസ്ഥയിലേക്ക് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആ ഒരു അവസ്ഥയിലേക്ക് എത്താൻ അവന് തീരെ താല്പര്യമില്ല. അതുകൊണ്ട് തന്നെ ഒരു ദിവസം രാത്രി അവൻ അവളെ പിടിച്ചു നിർത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി. മാർല എന്നല്ല നിന്റെ പേര്, എനിക്ക് മനസ്സിലായി, നിനക്ക് യാതൊരുവിധ വേദനയും ഇല്ല. പക്ഷെ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഇവിടെ ഉള്ളത് കൊണ്ട് എനിക്ക് മര്യാദയ്ക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് നമുക്കൊരു ഡീലിലെത്തിയേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോ ഓക്കെ, നീ ഡീല് പറഞ്ഞോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഈ സമയം ജാക്ക് അവന്റെ ഡീല് പറയാണ്. നമ്മൾ എല്ലാ ദിവസവും ഓരോരോ ഗ്രൂപ്പിൽ പോകുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മുടെ ഗ്രൂപ്പ് പരസ്പരം ഷെയർ ചെയ്യാം. അതായത് എൻ്റെ നിന്ന് 3 ഗ്രൂപ്പ് നീ എടുത്തോ, 3 ഗ്രൂപ്പ് ഞാനും എടുക്കാം, പിന്നെ ഒരു ഗ്രൂപ്പാണ് ബാക്കി. ആ ഗ്രൂപ്പിൽ ഞാൻ വരുന്ന സമയത്ത് നീ വരണ്ട, നീ വരുന്ന സമയത്ത് ഞാനും വരുന്നില്ല. അങ്ങനെ ഒരു ഡീല് നമുക്ക് ഉണ്ടാക്കാം. അല്ലാതെ ഞാൻ നോക്കിയിട്ട് വേറൊരു വഴിയും കാണുന്നില്ല എന്നാണ് ജാക്ക് പറയുന്നത്. അവളാണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഡീലാക്കി അവൾ പോകാൻ നേരത്ത് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിക്കാൻ വേണ്ടി അവളുടെ ഫോൺ നമ്പർ വാങ്ങിച്ചിട്ടാണ് ജാക്ക് മാർലെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ഒരു ദിവസം ജാക്കിന്റെ ജോലി സംബന്ധമായിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്രയിൽ വെച്ചിട്ടാണ് അവൻ ടൈലറിനെ പരിചയപ്പെടുന്നത്. ടൈലറിന്റെ ആദ്യത്തെ സംസാരത്തിൽ തന്നെ ആളൊരു രസികനാണ് എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. നീ എന്ത് ജോലിയാണ് ചെയ്യുന്നത് എന്ന് ജാക്ക് ടൈലറിന്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അത് കേട്ട ഉടനെ അവനൊരു പെട്ടി എടുത്ത് തുറന്നു കാണിച്ചു കൊടുക്കുകയാണ്. അതിനകത്ത് മൊത്തം സോപ്പായിരുന്നു. സോപ്പിന്റെ ബിസിനസ് ആണ് ടൈലർ ചെയ്യുന്നത്. ഞാനൊരു സോപ്പ് ബിസിനസ്സുകാരനാണ് എന്ന് പറഞ്ഞിട്ട് ടൈലർ അവന്റെ വിസിറ്റിംഗ് കാർഡ് എടുത്തിട്ട് ജാക്കിന് കൊടുക്കുന്നു. അങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് അവര് രണ്ടുപേരും 2 വഴിക്ക് പിരിഞ്ഞു. ജാക്ക് ഇപ്പം അവന്റെ ലഗേജ് ഒക്കെ കളക്ട് ചെയ്യാൻ നിൽക്കുകയാണ്. ഈ സമയം അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ ടൈലർ ഒരു കാറിൽ കയറി അവിടെ നിന്ന് പോകുന്ന കാണുന്നുണ്ട്. നല്ലൊരു പ്രീമിയം കാറാണത്. അതിൽ നിന്നും ടൈലർ കാശുകാരനാണ് എന്ന കാര്യം ജാക്കിന് മനസ്സിലായി. അവൻ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ടൈലർ ആണെങ്കിൽ ഇങ്ങോട്ട് തിരികെയും ചെയ്തു. എന്നാൽ ടൈലർ പോയിരിക്കുന്നത് അവന്റെ കാറിലല്ല, അത് അവൻ മോഷ്ടിച്ചതാണ്. ടൈലർ ആ കാർ എടുത്തുകൊണ്ട് അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ അതിന്റെ ഉടമസ്ഥൻ അവന്റെ പുറകെ ഓടുന്നുണ്ട്. എന്നാൽ ആ കാര്യം ജാക്ക് കണ്ടിട്ടില്ല. അങ്ങനെ എയർപോർട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ജാക്ക് ഒരു ടാക്സിയിൽ കയറി അവന്റെ ഫ്ളാറ്റിലെത്തി. എന്നാൽ ടാക്സിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം അവൻ കാണുന്നത്. അവന്റെ അപ്പാർട്ട്മെന്റിലെ അവന്റെ റൂം ഇങ്ങനെ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവിടെ മൊത്തം ഫയർഫോഴ്സ് ഒക്കെ കൂടിയിട്ടുണ്ട്. ആ റൂമിലുണ്ടായിരുന്ന അവന്റെ മുഴുവൻ സാധനങ്ങളും താഴേക്ക് വീണ് കിടക്കുകയാണ്. എന്താണ് സംഭവിച്ചത് എന്ന കാര്യം അവന് മനസ്സിലായിട്ടില്ല. ഈ സമയം അവൻ മുകളിലേക്ക് കയറാൻ തുടങ്ങുമ്പോഴാണ് അവിടുത്തെ സെക്യൂരിറ്റി അവന്റെ അടുത്തേക്ക് വരുന്നത്. നിന്റെ റൂമിലെ ഗ്യാസ് ലീക്കായിട്ട് പൊട്ടിത്തെറിച്ചാണ്. ഇനിയിപ്പോ നീ റൂമിലേക്ക് പോകണ്ട, അവിടെ ഒന്നും ബാക്കിയില്ല. നീ ഇപ്പൊ തൽക്കാലം വേറെ ആരെങ്കിലും വീട്ടിൽ പോയി നിൽക്കാൻ നോക്ക് എന്നാണ് ആ സെക്യൂരിറ്റി പറയുന്നത്. അയാൾ അത് പറയുന്നത് കേട്ട് വളരെ വിഷമത്തോടെയാണ് ജാക്ക് അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുന്നത്. ഈ സമയം അവന്റെ സാധനങ്ങളിലേക്കൊക്കെ ഒന്ന് നോക്കുന്നുണ്ട്. അതിനിടയിലാണ് അവനൊരു കാര്യം കാണുന്നത്. അത് മാർലയുടെ നമ്പർ എഴുതിയ പേപ്പറായിരുന്നു. അത് മൊത്തം കത്തിപ്പോയിട്ടില്ല. അവൻ ഉടനെ തന്നെ അതെടുത്തു. എന്നിട്ട് അവൻ നേരെ പോകുന്നത് ഒരു ഫോൺ ബൂത്തിലേക്കാണ്. മാർലയെ വിളിച്ചിട്ട് അവളുടെ റൂമിലേക്ക് പോവാം എന്ന് കരുതിയിട്ടാണ് അവൻ മാർലയെ വിളിക്കുന്നത്. എന്നാൽ അവൾ ഫോൺ എടുത്ത് കഴിയുമ്പോൾ അവളോട് സഹായം ചോദിക്കാൻ അവന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ അവൻ ഫോൺ കട്ട് ചെയ്തു. ഇനിയിപ്പോൾ അവന്റെ കയ്യിലുള്ളത് ടൈലറിന്റെ നമ്പറാണ്. അവൻ ഉടനെ തന്നെ ടൈലറിനെ വിളിച്ചു. അതിനുശേഷം നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നാണ് ജാക്ക് ചോദിക്കുന്നത്. ടൈലർ ആണെങ്കിൽ അത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവരൊരു ബാറിൽ വെച്ച് മീറ്റ് ചെയ്തു. അവർ രണ്ടുപേരും അവിടെ ഇരുന്ന് ബിയർ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ ജാക്ക് അവന്റെ എല്ലാ പ്രശ്നങ്ങളും ടൈലറിന്റെ അടുത്ത് പറയുന്നുണ്ട്. അവന്റെ ഫ്ലാറ്റ് കത്തിപ്പോയത് ഉൾപ്പെടെ. അതെല്ലാം കേൾക്കുമ്പോൾ നീ എന്ത് ജീവിതമാണോ ജീവിക്കുന്നത്? നീ എന്തിനാണ് നിന്റെ ജോലിയിൽ തന്നെ ഇങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? ഇതൊക്കെ കൊണ്ടല്ലേ നിനക്ക് ഉറക്കമൊക്കെ ഇല്ലാണ്ടായി പോയത്. നിനക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കൂടെ നീ ചെയ്യ്. നീ എന്നെ കണ്ടില്ലേ, എനിക്ക് ഒരു ജോലിഭാരവും ഇല്ല. എനിക്ക് തോന്നുന്ന ജോലിയാണ് ഞാൻ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് റിലാക്സ് ആണെന്ന് നോക്കിക്കേ എന്നിങ്ങനെയുള്ള ചില ഉപദേശങ്ങളൊക്കെ ടൈലർ ജാക്കിന് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടുത്തെ ബിയർ അടിക്കലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവർ ആ ബാറിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവന്റെ കൂടെ അവന്റെ വീട്ടിൽ വന്ന് നിന്നോട്ടെ എന്ന് ചോദിക്കാനാണ് ജാക്ക് ടൈലറിന്റെ അടുത്തേക്ക് ചെന്നത്. എന്നാൽ എന്തോ അവനത് ചോദിക്കാൻ തോന്നുന്നില്ല. അവനിപ്പോ പറയുന്നത്, എന്നാ ശരി ടൈലർ, ഞാൻ പോയിക്കോട്ടെ, എനിക്ക് എത്രയും പെട്ടെന്ന് ഒരു ഹോട്ടൽ കണ്ടെത്തണം എന്നാണ്. അത് കേൾക്കുമ്പോ നിക്ക് നീ പോവാൻ വരട്ടെ, നീ ഇതിനെല്ലാം ഇങ്ങോട്ട് വന്നത് നീ എന്റെ കൂടെ താമസിച്ചോട്ടെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഒരാണായിട്ട് അതെന്റെ മുഖത്ത് നോക്കി ചോദിക്കടോ, അല്ലാതെ ഹോട്ടൽ ബുക്ക് ചെയ്യട്ടെന്നൊന്നും പറയാതെ എന്റെ മുഖത്ത് നോക്കി ചോദിക്കേ, ടൈലർ പറയുന്നു. അവന്റെ ആ സംസാരമൊക്കെ വളരെ രസകരമായിട്ടാണ് ജാക്കിന് ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജാക്ക് അവന്റെ മുഖത്ത് നോക്കി ചോദിച്ചു, ഞാൻ നിന്റെ വീട്ടിലൊന്ന് താമസിച്ചോട്ടെ? പിന്നെന്താ, വാ പോയേക്കാമെന്നും പറഞ്ഞിട്ട് ജാക്ക് അവിടെ നിന്ന് നടക്കാൻ തുടങ്ങി. എന്നാൽ കുറച്ച് നടന്ന് മുന്നിലെത്തി കഴിയുമ്പോൾ അവൻ അവിടെ നിന്നു. അതിനുശേഷം അവൻ വീണ്ടും ഒരു കാര്യം ജാക്കിനോട് പറയാണ്, നീ എന്റെ മുഖത്തൊരിടി എന്നേ എന്നാണ് ടൈലർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ ജാക്കിന് വീണ്ടും കൗതുകമായി. ജാക്ക് ഇപ്പൊ ടൈലറിനെ ഇടിക്കാൻ തുടങ്ങാണ്. അതിനു മുമ്പ് ഈ ടൈലർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നും കൂടെ നമുക്ക് നോക്കാം. സാധാരണ ഈ ടൈലർ ജോലി ചെയ്യുന്നത് രാത്രിയിലാണ്. അവൻ പാർട്ട് ടൈം ആയിട്ട് ഒരു തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു, അവിടുത്തെ പ്രൊജക്ഷൻ ഡിപ്പാർട്ട്മെന്റിൽ. എന്നാൽ അവിടെയും അവനൊരു ഉടായ്പ കാണിക്കാറുണ്ട്. ആൾക്കാരൊക്കെ സിനിമ കാണുമ്പോൾ ഇവൻ ഈ ഫിലിമിന്റെ ഇടയിൽ ചില ബിറ്റ് കയറ്റും, അതായത് ചില തുണ്ടുപടങ്ങളുടെ 1/2 സെക്കൻഡ് നേരത്തേക്ക് അത് സ്ക്രീനിൽ കാണിക്കത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാരത് കാണുമ്പോൾ ഇത് ഇനി ഞങ്ങൾ കണ്ടതാണോ ഞങ്ങൾക്ക് തോന്നിയതാണോ എന്ന ഡൗട്ടിലാണ് ആൾക്കാർ. അതുകൊണ്ട് തന്നെ അവർക്ക് കംപ്ലൈന്റ് ചെയ്യാനും പറ്റുന്നില്ല.
ഈ തിയേറ്ററിലെ വർക്ക് മാത്രമല്ല, അവനൊരു റെസ്റ്റോറന്റിലും കൂടെ പാർട്ട് ടൈം ആയിട്ട് ജോലിക്ക് പോകുന്നുണ്ട്. അവിടെയും അവൻ ചില ഉടായ്പകൾ കാണിക്കുന്നുണ്ട്. അതായത് അവൻ അവിടെ ഫുഡൊക്കെ സെർവ് ചെയ്യുമ്പോൾ അവന്റെ ശരീരത്തിൽ നിന്ന് എന്തൊക്കെ ഫ്ലൂയിഡ് ആണോ വരുന്നത് അതുമായിട്ട് മാച്ച് ചെയ്യുന്ന കറികളിലൊക്കെ അവനത് മിക്സ് ചെയ്യും. എന്നിട്ടാണ് അവൻ ആ കറി കൊണ്ടുപോയി വിളമ്പുന്നത്. ഇങ്ങനെയുള്ള ചില വൃത്തികെട്ട ഉടായ്പകളൊക്കെ അവൻ അവന്റെ ജോലിക്കിടയിൽ കാണിക്കാറുണ്ട്. ആരോടൊക്കെയോ ഉള്ള പ്രതിഷേധമാണ് അവൻ ഇങ്ങനെ ചെയ്തു തീർക്കുന്നത്. അതെന്തെങ്കിലുമൊക്കെ ആവട്ടെ, ഇനി നമുക്ക് നേരെ അവരുടെ ഫൈറ്റിലേക്ക് വരാം. ടൈലർ ഇടിക്കാൻ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ജാക്ക് അവനിട്ടൊരു ഇടി കൊടുത്തു. എന്നാൽ മുഖത്തിടിക്കും എന്നാണ് ടൈലർ വിചാരിച്ചത്. എന്നാൽ ജാക്ക് ഇടിച്ചത് അവന്റെ ചെവിക്കിട്ടാണ്. അതവൻ തീരെ പ്രതീക്ഷിച്ചതല്ല. അതുകൊണ്ട് തന്നെ ടൈലറും ജാക്കിനിട്ടൊരു ഇടി കൊടുത്തു. അങ്ങനെ അവർ പരസ്പരം ആ ബാറിന്റെ മുമ്പ് കിടന്നിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. കുറെ നേരം അവിടെ ഇങ്ങനെ ഈ ഫൈറ്റ് നടക്കുന്നുണ്ട്. അങ്ങനെ ജാക്ക് ഇപ്പോ അവൻ ആരേക്കോ ഇടിക്കണം എന്ന് വിചാരിച്ച ഇടിയൊക്കെ ടൈലറിന് ഇടിച്ച് തീർക്കുകയാണ്. അങ്ങനെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞ് അവരൊരു സ്ഥലത്തിരുന്നിട്ട് ബിയർ കഴിക്കാൻ തുടങ്ങി. ജാക്കിനിപ്പോ നല്ല മനസമാധാനമുണ്ട്. അവൻ ഇത്രയും കാലം ആർക്കൊക്കെ ഇട്ട് ഇടിക്കണം എന്ന് വിചാരിച്ച ഇടിയൊക്കെ അവനിപ്പോ ടൈലറിന് ഇടിച്ച് തീർത്തു. ഈ ഒരു ഫൈറ്റ് അവന് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലത്തെ ഫൈറ്റ് നടത്തണം എന്നാണ് അവൻ ടൈലറിന്റെ അടുത്ത് പറയുന്നത്. ടൈലർ ആണെങ്കിൽ ഇത് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയം കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ചതിന് ശേഷം ജാക്ക് ടൈലറിന്റെ കൂടെ അവന്റെ വീട്ടിലേക്ക് പോവാണ്. അത്യാവശ്യം നല്ല വലിയൊരു വീടായിരുന്നു ടൈലറിൻ്റെത്. പക്ഷെ അതിന്റെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോൾ എന്റെ പൊന്നോ, അത്രയും വൃത്തിയോട്ടൊരു വീടായിരുന്നത്. ആ വീടിന്റെ മുൻവാതിലിന് ലോക്കില്ലായിരുന്നു. കോണിപ്പടികളാണെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും പൊളിഞ്ഞു വീഴാം. അങ്ങനെ ആ വീടിനകത്ത് ചെന്നിട്ട് സെറ്റിലായതിനു ശേഷം ജാക്ക് കുളിക്കാൻ വേണ്ടി അവിടുത്തെ ഷവർ ഒന്ന് തുറന്നു നോക്കി. അതിൽ നിന്ന് മൊത്തം ചെളിവെള്ളമാണ് വരുന്നത്. ഇങ്ങനെ ഒരു വൃത്തികെട്ട സെറ്റപ്പായിരുന്നു ആ വീടിനകത്തുണ്ടായിരുന്നത്. അവർക്ക് അങ്ങനെ അയൽക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. അവരുടെ ഓപ്പോസിറ്റ് ബിൽഡിംഗ് എന്തോ പൂട്ടിക്കിടക്കുന്ന ഫാക്ടറി എന്തോ ആണ്. അവിടെ അങ്ങനെ ആളനക്കൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആണെങ്കിലും വേറെ എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ട് ജാക്ക് ടൈലറിന്റെ കൂടെ ആ വീട്ടിൽ തന്നെ കൂടി. അങ്ങനെ പിറ്റേ ദിവസം രാത്രിയും അവർ ആ ബാറിന് മുമ്പിൽ വെച്ചിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഇത്തവണ അവരുടെ ഫൈറ്റ് കാണാൻ 3 ആൾക്കാരും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഡെയിലി അവർ ഈ അടി കൂടുന്ന ഒരു പതിവാക്കി. വീട്ടിലത്തെ കാര്യം പറയുകയാണെങ്കിൽ എല്ലാ ദിവസവും അവിടെ കറണ്ട് കട്ടാണ്. കറണ്ട് വരത്തേയില്ല. ഇപ്പൊ ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ചിരിക്കുന്ന പഴകിയ ഭക്ഷണം പോലും ജാക്കിന് കുഴപ്പമില്ല എന്ന അവസ്ഥയിലായി. അങ്ങനെ അവർ തമ്മിലുള്ള ആ ഫൈറ്റ് ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കൂടുന്തോറും ഇത് കാണാൻ വേണ്ടി ആളുകളുടെ എണ്ണവും കൂടുന്നുണ്ട്. സാധാരണ അവരുടെ ഫൈറ്റ് കാണാൻ വേണ്ടിയിട്ടാണ് ആൾക്കാർ വരുന്നത്. എന്നാൽ അവർക്കും ഇൻട്രസ്റ്റ് ആയി ഇപ്പൊ കാണാൻ വരുന്ന ആൾക്കാരും അവരുടെ കൂടെ ആ ഫൈറ്റിന് ചേരുകയാണ്. നല്ല ഇടി കിട്ടിയിട്ട് ചോര വരെ ഛർദ്ദിക്കുന്നുണ്ട്. എങ്കിലും അവരാരും ആ ഫൈറ്റിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ താല്പര്യം കാണിക്കുന്നില്ല. അവരുടെ ഇൻട്രസ്റ്റ് ഇങ്ങനെ കൂടുകയാണ്. മറ്റാരൊക്കെയോ ഇടിക്കേണ്ട ഇടിയാണ് അവരിപ്പോ ഇവിടെ നിന്ന് ഇടിച്ചു തീർത്തോണ്ടിരിക്കുന്നത്. അങ്ങനെ ആ ഫൈറ്റൊക്കെ കഴിഞ്ഞ ആൾക്കാർ പോയി കഴിഞ്ഞാൽ ജാക്കും ടൈലറും പിന്നെ ഒറ്റയ്ക്കാണ്. അവരവിടെ സ്ട്രീറ്റിൽ നിന്നിട്ട് ഓരോരോ ഗെയിം ഒക്കെ കളിക്കും. അതിനുശേഷമാണ് അവർ വീട്ടിലേക്ക് പോവുക. വീട്ടിലത്തെ അവസ്ഥ അറിയാലോ, അവിടെ നല്ല ചോർച്ചയുണ്ട്. അതുകൊണ്ട് തന്നെ വീട്ടിൽ നല്ല വെള്ളം കയറിയിട്ടുണ്ട്. മാത്രമല്ല അവിടെയുള്ള ഇരുമ്പിന്റെ ഭാഗങ്ങളൊക്കെ തുരുമ്പെടുത്തിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ആ വീട് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാം. എങ്കിലും അവർ ആ വീട്ടിൽ നിന്ന് മാറുന്നൊന്നുമില്ല. ആ വീട്ടിന് ഇതിനു മുമ്പ് താമസിച്ചിരുന്ന ആൾക്കാർ അവിടെ കുറെ പുസ്തകങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊക്കെ എടുത്ത് വായിക്കൽ ജാക്കിന്റെ ഒരു ഹോബിയാണ്. എന്നാൽ അവൻ പുസ്തകമൊക്കെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ടൈലർ ആണെങ്കിൽ അവിടെയുള്ള ഒരു സൈക്കിൾ ഓടിച്ചിട്ട് ആ വീടിന്റെ അകത്തൂടെ നടക്കും. ഇങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഡെയിലി നല്ല ഇടി കിട്ടുന്നതുകൊണ്ട് തന്നെ പിറ്റേ ദിവസം രാവിലെ ഓഫീസിൽ ചെന്നിരിക്കുമ്പോൾ ബോസ് അവന്റെ അടുത്ത് വന്നിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ പോലും അവനിപ്പോ ഒന്നും കേൾക്കുന്നില്ല. എന്തുവാ എന്നിങ്ങനെ അവൻ ബോസിനോട് ചോദിക്കുകയാണ്. അവന്റെ ആ പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അവന്റെ ബോസിനും വല്ലാതെ വിചിത്രമായിട്ടാണ് ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരുന്നു. ഈ ജാക്ക് ഇടയ്ക്ക് പുറത്തു വെച്ചിട്ട് മാർലെ കാണാറുണ്ട്. എങ്കിലും അവൻ അവളോട് മിണ്ടാനൊന്നും പോകാറില്ല. ഇവരിപ്പോ എല്ലാ ശനിയാഴ്ചയാണ് ഈ ഫൈറ്റ് നടത്തുന്നത്. ഇപ്പൊ ഒരുപാട് ആളുകൾ ആ ഫൈറ്റ് ചെയ്യാൻ വേണ്ടി അവരുടെ കൂടെ കൂടിയിട്ടുണ്ട്. ഇനിയിപ്പോ പുറത്തു നിന്നിട്ട് ഫൈറ്റ് ചെയ്യുന്നത് നല്ലതല്ല എന്ന കാര്യം ടൈലറിന് മനസ്സിലായി. അതുകൊണ്ട് അവർക്ക് ഫൈറ്റ് ചെയ്യാൻ ഒരു സ്ഥലം കണ്ടെത്തണം. ടൈലർ ഉടനെ തന്നെ ഒരു ബാറിന്റെ ഓണറെ കണ്ട് അതിന്റെ അണ്ടർഗ്രൗണ്ടിൽ സ്പേസ് സെറ്റാക്കി. അങ്ങനെ എല്ലാവരെയും അവൻ ആ ബാറിന്റെ അണ്ടർഗ്രൗണ്ടിലേക്ക് വിളിച്ചോണ്ട് വന്നു. ടൈലർ ഇപ്പൊ അവരുടെ ആ കൂട്ടായ്മയ്ക്ക് ഒരു പേരിട്ടിട്ടുണ്ട്. മാത്രമല്ല ചില റൂൾസ് അവൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനെക്കുറിച്ചാണ് ടൈലർ ഇപ്പം അവിടെ കൂടിയിരിക്കുന്ന ആൾക്കാരുടെ അടുത്തൊക്കെ പറയുന്നത്. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ, നമ്മളുടെ ഈ കൂട്ടായ്മയുടെ പേര് ഫൈറ്റ് ക്ലബ് എന്നാണ്. ഇതിന് ചില റൂൾസ് ഒക്കെ ഉണ്ട്. അത് ഞാൻ ആദ്യം പറയാം. ഫൈറ്റ് ക്ലബിലെ റൂൾ നമ്പർ 1, ഫൈറ്റ് ക്ലബിനെ കുറിച്ചിട്ട് ആരും പരസ്പരം സംസാരിക്കാൻ പാടില്ല. റൂൾ നമ്പർ 2, ഫൈറ്റ് ക്ലബിനെ കുറിച്ചിട്ട് ഒരിക്കലും സംസാരിക്കാൻ പാടില്ല. റൂൾ നമ്പർ 3, ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ നിർത്താൻ വേണ്ടി ആവശ്യപ്പെട്ടു കഴിഞ്ഞാൽ ഫൈറ്റ് അവിടെ വെച്ച് നിർത്തിക്കൊള്ളണം. റൂൾ നമ്പർ 4, 2 പേര് മാത്രമേ ഫൈറ്റ് ചെയ്യാൻ പാടുള്ളൂ. റൂൾ നമ്പർ 5, ഒരു സമയം ഒരു ഫൈറ്റേ നടക്കാൻ പാടുള്ളൂ. റൂൾ നമ്പർ 6, ഫൈറ്റിനിടയിൽ ഷർട്ടും ഷൂസും ഒന്നും ഇടാൻ പാടില്ല. റൂൾ നമ്പർ 7, എത്ര നേരം തുടരേണ്ടി വരുമോ അത്രയും നേരം ഫൈറ്റ് തുടർന്നുകൊണ്ടേയിരിക്കണം. ഇനി 8ാമത്തേതും അവസാനത്തേതുമായിട്ടുള്ള റൂൾ, ഫൈറ്റ് ക്ലബിൽ ആദ്യമായിട്ട് വരുന്ന ഒരാൾ അന്നത്തെ ഫൈറ്റിൽ തീർച്ചയായും പങ്കെടുത്തിരിക്കണം. ഇത്രയുമാണ് ഫൈറ്റ് ക്ലബിന്റെ 8 റൂളുകൾ. അങ്ങനെ റൂൾസ് ഒക്കെ പറഞ്ഞതിന് ശേഷം അവരവരുടെ ഫൈറ്റ് ആരംഭിച്ചു. ആ ഫൈറ്റ് നടക്കുമ്പോൾ അവിടെ കൂടി നിൽക്കുന്നവന്മാരൊക്കെ അവരെ എൻകറേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം രാവിലെ ജാക്കും ടൈലർ അവരുടെ വീട്ടിൽ നിൽക്കുകയായിരുന്നു. അതിനിടയിലാണ് അവിടുത്തെ ഫോൺ ബെല്ലടിക്കുന്നത്. ജാക്കാണ് ഫോൺ എടുക്കുന്നത്. ഫോൺ വിളിച്ചിരിക്കുന്നത് മാർലയാണ്.
നീ ഇതെവിടെയാണ്? നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലല്ലോ. നീ ഇപ്പൊ ഗ്രൂപ്പുകളിലൊന്നും പങ്കെടുക്കാറില്ലല്ലേ? ഞാൻ നിന്നെ അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു. എനിക്കെന്തോ നിന്നെ വല്ലാതെ മിസ് ചെയ്യുന്നു. നമുക്കൊന്ന് മീറ്റ് ചെയ്യാൻ പറ്റുമോ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ ഡ്രഗ്സ് അടിച്ചിട്ടാണ് അവൾ സംസാരിക്കുന്നത്. ജാക്കിനാണെങ്കിൽ ഇപ്പൊ അവളോട് സംസാരിക്കാനുള്ള സമയമില്ല. പക്ഷെ എത്ര പറഞ്ഞിട്ടും അവൾ ഫോൺ കട്ടാക്കാൻ കൂട്ടാക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അവൾ അവിടെ ഇരുന്നിട്ട് സംസാരിച്ചോട്ടെ എന്ന് കരുതിയിട്ട് അവൻ ആ റിസീവർ എടുത്തിട്ട് അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോവുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഒരു കിടിലൻ സ്വപ്നം കണ്ടിട്ടാണ് അവൻ എഴുന്നേൽക്കുന്നത്. അത് അവനും മാർലയും തമ്മിൽ സെക്സ് ചെയ്യുന്ന ഒരു സ്വപ്നമായിരുന്നു. അങ്ങനെയൊന്നും അവൻ ആഗ്രഹിച്ചതാണ്, പക്ഷെ അത് നടന്നത് സ്വപ്നത്തിലാണെന്ന് മാത്രം. അങ്ങനെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവൻ നേരെ ചെല്ലുന്നത് ടൈലറിന്റെ റൂമിലേക്കാണ്. പക്ഷെ ഡോർ അടഞ്ഞാണ് കിടക്കുന്നത്. സാധാരണ ടൈലർ അങ്ങനെ ഡോർ അടയ്ക്കാത്തതാണ്. അങ്ങനെ അവിടേക്കൊന്ന് നോക്കിയതിനു ശേഷം ജാക്ക് നേരെ ബാത്റൂമിലേക്കാണ് ചെല്ലുന്നത്. ഈ സമയം ക്ലോസറ്റിലായിട്ട് നിറയെ കോണ്ടംസ് ആണ് കിടക്കുന്നത്. അങ്ങനെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവൻ ഭക്ഷണം കഴിക്കാനിരുന്നു. ഈ സമയത്താണ് അവരുടെ കിച്ചണിലേക്ക് മാർല വരുന്നത്. അത് കാണുമ്പോൾ അവൻ ശരിക്കും ഞെട്ടിപ്പോയി. നീ എന്താ ഇവിടെ? ഇത് എന്റെ വീടല്ലേ, നീ എങ്ങനെ ഇങ്ങോട്ട് വന്നു എന്നാണ് അവൻ ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നീ നിന്റെ പണി നോക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അവൾ പോയി കഴിയുമ്പോഴാണ് ടൈലർ അങ്ങോട്ട് വരുന്നത്. ചിരിച്ചോണ്ടാണ് അവൻ അങ്ങോട്ട് വരുന്നത്. അതിൽ നിന്നും ജാക്കിന് ഒരു കാര്യം മനസ്സിലായി. അപ്പൊ അവൻ കണ്ടത് സ്വപ്നമല്ല, ശരിക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ മാർല കിടന്നത് ടൈലറിന്റെ കൂടെയാണ്. ഇനി ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാം. അവൻ അവളുടെ ഫോൺ അവിടെ വെച്ചിട്ട് അവിടെ നിന്ന് പോയല്ലോ. ഈ സമയത്താണ് ടൈലർ ഫോണിന്റെ അടുത്തേക്ക് വരുന്നത്. ഈ സമയവും അവൾ ആ ഫോണിലൂടെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ടൈലർ നൈസായിട്ട് ഫോൺ എടുത്തു. അവളിപ്പോ അവളുടെ റൂമിലേക്ക് വരാനാണ് പറഞ്ഞിരിക്കുന്നത്. ടൈലർ ആണെങ്കിൽ ഉടനെ തന്നെ റെഡി ആയിട്ട് അവളുടെ റൂമിലേക്ക് ചെന്നു. അവൾ നല്ല രീതിയിൽ ഡ്രഗ്സ് അടിച്ചിരിക്കുകയാണല്ലോ. അതുകൊണ്ട് തന്നെ ജാക്ക് ആണെന്ന് കരുതിയിട്ട് അവൾ ടൈലറിനകത്തേക്ക് കയറ്റി. എന്നാൽ ഈ സമയത്താണ് അവിടെ പോലീസ് റെയ്ഡ് വരുന്നത്. ഇനിയിപ്പോൾ അവർക്ക് അവിടെ നിൽക്കാൻ സാധിക്കത്തില്ല. അതുകൊണ്ട് തന്നെ ടൈലർ അവളെയും കൂട്ടി നേരെ അവന്റെ വീട്ടിലേക്ക് പോന്നു. ഇങ്ങനെയാണ് ആ കാര്യങ്ങളൊക്കെ സംഭവിച്ചത്. ടൈലർ അതൊക്കെ അവിടെ നിന്ന് പറയുമ്പോൾ ജാക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കും ജാക്കിന് ടൈലറിനോട് ദേഷ്യം തോന്നുന്നത്. ആ കാര്യം ടൈലറിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ ടൈലർ ഇപ്പം മറ്റൊരു കാര്യം ജാക്കിന്റെ അടുത്ത് പറയാണ്. ജാക്ക്, ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഒരു കാരണവശാലും നീ എന്നെ പറ്റി ഒരു കാര്യവും മാർലയുടെ അടുത്ത് സംസാരിക്കരുത്. മാർലയുടെ അടുത്ത് മാത്രമല്ല, ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അവളുടെ കാര്യമോ പുറത്തുള്ള ഒരാളോട് നീ സംസാരിക്കാൻ പാടില്ല. അങ്ങനെ എങ്ങാനും സംസാരിച്ചു എന്ന് ഞാൻ അറിഞ്ഞു കഴിഞ്ഞാൽ അതോടെ നമ്മൾ തമ്മിലുള്ള എല്ലാ ബന്ധവും തീരും എന്നാണ് ടൈലർ പറയുന്നത്. ജാക്ക് ആണെങ്കിൽ അവൻ അത് പ്രോമിസ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ടുള്ള ദിവസങ്ങളിലും ടൈലർ അവളെയും വിളിച്ചുകൊണ്ട് റൂമിലേക്ക് വന്നു. ജാക്കിനിപ്പം ഈ ശബ്ദം കാരണം തീരെ ഉറങ്ങാൻ പറ്റുന്നില്ല എന്ന അവസ്ഥയിലായി. എങ്കിലും അവൻ അതൊക്കെ കടിച്ചു പിടിച്ച് അവിടെ ജീവിക്കുകയാണ്. ഇപ്പൊ രാവിലെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അവന് ജോലിയിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നില്ല. ഓഫീസ് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നാലോ ഒന്ന് ആലോചിച്ച് നോക്കും ഇവന്റെ അവസ്ഥ. നല്ലൊരു കിടിലൻ ഫ്ലാറ്റ് ഉണ്ടായിരുന്നാണ്, അതെല്ലാം പോയി. എന്നിട്ട് ഇപ്പൊ ഇതുപോലെ ഒരു വൃത്തികെട്ട വീട്ടിലേക്ക് താമസം മാറേണ്ടിയും വന്നു. എന്നാൽ വീട്ടിൽ വന്നാലോ ടൈലറും അവളും തമ്മിലുള്ള ശബ്ദം കാരണം അവന് ശരിക്കും ഭ്രാന്ത് പിടിക്കുകയാണ്. എങ്കിലും മറ്റൊരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ട് ഇങ്ങനെ തന്നെ അവന്റെ ജീവിതം മുന്നോട്ട് പോവാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. അവൻ ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് പോലീസ് സ്റ്റേഷനിൽ നിന്നാണ്. ആ പോലീസുകാരൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ വീട്ടിൽ തീ പിടിച്ചിട്ടില്ലായിരുന്നു, അതിനെക്കുറിച്ചുള്ള ചില തെളിവുകൾ ഞാൻ കിട്ടിയിട്ടുണ്ട്. ആരോ ഒരു പ്രത്യേക തരത്തിലുള്ള സ്പ്രേ ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ ലോക്ക് തുറന്നിട്ടാണ് വീടിന്റെ അകത്തേക്ക് കയറിയിരിക്കുന്നത്. മാത്രമല്ല നിങ്ങളുടെ വീട് പൊട്ടിത്തെറിച്ചത് അവിടുത്തെ ഗ്യാസ് ലീക്കേജ് കൊണ്ടല്ല, വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഡൈനാമിറ്റ് വെച്ചിട്ടാണ് നിങ്ങളുടെ റൂം തകർത്തിരിക്കുന്നത്. അങ്ങനെ വീട്ടിൽ ഡൈനാമിറ്റ് ഉണ്ടാക്കാൻ അറിയുന്ന ഏതെങ്കിലും ശത്രുക്കൾ നിങ്ങൾക്കുണ്ടോ എങ്കിൽ അവനെ കുറിച്ചൊന്ന് അന്വേഷിക്കാൻ നോക്ക് എന്നാണ് ആ പോലീസുകാരൻ പറയുന്നത്. അങ്ങനെ അവൻ ആ ഫോൺ കട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് മാർല അവന്റെ അടുത്തേക്ക് വരുന്നത്. അവളിപ്പോ ടൈലറിന്റെ കൂടെയുള്ള പണിയും കഴിഞ്ഞിട്ടാണ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അവൾ വന്ന ഉടനെ തന്നെ അവനെയും വശീകരിക്കാൻ തുടങ്ങി. എന്നാൽ ജാക്കിനെ സംബന്ധിച്ചിട്ട് ഇപ്പൊ അവൻ അവളെ കാണുന്നത് തന്നെ ദേഷ്യമാണ്. അതുകൊണ്ട് തന്നെ അവൻ അതിന് വലിയ താല്പര്യമൊന്നും കാണിക്കുന്നില്ല. അവൻ ആ താല്പര്യം കാണിക്കാത്ത കാണുമ്പോൾ അവളാണെങ്കിൽ ദേഷ്യത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പോവുകയും ചെയ്യുന്നു. ഇതും കണ്ടുകൊണ്ട് ചിരിച്ചാണ് ടൈലർ അങ്ങോട്ട് വരുന്നത്. അവള് പോവാണെങ്കിൽ പോയി പണി നോക്കാൻ പറയും എന്നാണ് ടൈലർ പറയുന്നത്. അതിനുശേഷം അവൻ മറ്റൊരു കാര്യം അവൻ്റെ അടുത്ത് പറയാണ്. അതായത് ഇന്ന് രാത്രി നമുക്കൊരു പണിയുണ്ട്, നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോവാണ്. പക്ഷെ ഞാൻ ഉണ്ടാക്കുന്നത് സാധാരണ സോപ്പല്ല, അതിന് നമുക്ക് കൊഴുപ്പ് ആവശ്യമുണ്ട്. അതെടുക്കാൻ വേണ്ടി നമുക്കൊരു സ്ഥലം വരെ പോകണമെന്നും പറഞ്ഞിട്ട് അവൻ രാത്രി ജാക്കിനെയും കൂട്ടി നേരെ ഹോസ്പിറ്റലിലേക്കാണ് പോകുന്നത്. ഹോസ്പിറ്റൽ വേസ്റ്റിനകത്ത് മനുഷ്യന്റെ കൊഴുപ്പ് ഡംപ് ചെയ്ത് കിടക്കുന്നുണ്ട്. അവൻ അവിടേക്ക് ചെന്നിട്ട് അതെല്ലാം കളക്ട് ചെയ്തു. എന്നിട്ട് അതുമായിട്ട് അവർ വീട്ടിലേക്ക് എത്തി. അവരിപ്പോൾ ആ കൊഴുപ്പ് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത്. അവൻ ആ കാര്യത്തെക്കുറിച്ചൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ടൈലർ ഒരു കെമിക്കൽ എടുത്തിട്ട് അവന്റെ കയ്യിലേക്ക് ഇടുന്നത്. അതോടുകൂടെ അവന്റെ കൈപ്പത്തിയുടെ മുകൾ ഭാഗം മൊത്തം എരിയാൻ തുടങ്ങി. അത് കാണുന്ന ജാക്ക് കൈ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ടൈലർ അതിന് സമ്മതിക്കുന്നില്ല. അവൻ ജാക്കിന്റെ കൈ അങ്ങോട്ട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. ടൈലർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഇങ്ങനെയുള്ള വേദനകൾ വരുമ്പോൾ നീ എങ്ങനെയെങ്കിലും അതിനെ ഒഴിവാക്കാനല്ലേ ശ്രമിക്കാറ്, എന്നാൽ നീ ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. വേദന വന്നു കഴിഞ്ഞാൽ അത് അനുഭവിച്ചറിയണം, എങ്കിൽ മാത്രമേ നമുക്കത് യൂസ്ഡ് ആവും. അങ്ങനെ യൂസ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രശ്നവും വരത്തില്ല എന്നാണ് ടൈലർ പറയുന്നത്. അത് കേൾക്കുമ്പോൾ, എടോ ഇത് ഭയങ്കരമായിട്ട് വേദനിക്കുന്നു, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല എന്നൊക്കെയാണ് ജാക്ക് പറയുന്നത്. അത് കേൾക്കുമ്പോൾ, ഈ വേദന എനിക്ക് മനസ്സിലാവാത്തൊന്നുമല്ല എന്ന് പറഞ്ഞിട്ട് ടൈലർ അവന്റെ കൈ കാണിച്ചു കൊടുക്കുകയാണ്. അവൻ നേരത്തെ തന്നെ അവന്റെ കൈയും പൊളിച്ചിട്ടുണ്ട്. അങ്ങനെ ടൈലർ പറഞ്ഞ പോലെ തന്നെ ജാക്ക് ആ വേദനയൊക്കെ അനുഭവിച്ചറിയാൻ തുടങ്ങി. അവനിപ്പോ കൈ അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുന്നില്ല. അത് കാണുമ്പോൾ നീ വിജയിച്ചു എന്ന് പറഞ്ഞിട്ട് മറ്റൊരു കെമിക്കൽ വെച്ചിട്ട് അവന്റെ കൈ കഴുകി കൊടുക്കുകയാണ്. ഇതുപോലത്തെ വല്ലാത്ത ചില പരീക്ഷണങ്ങളൊക്കെ ടൈലർ അവന്റെ ശരീരത്തിൽ നടത്തുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ അവരുണ്ടാക്കിയ സോപ്പൊക്കെ വിറ്റു.
ഒരു സോപ്പിന് $20 വെച്ചിട്ടാണ് അവൻ വിറ്റത്. മാത്രമല്ല മാർക്കറ്റിൽ അതിനെക്കുറിച്ച് നല്ല അഭിപ്രായമാണ്. അങ്ങനെ ആ സോപ്പൊക്കെ വിറ്റ് കഴിഞ്ഞിട്ട് ജാക്ക് നേരെ ഓഫീസിലെത്തി. ഈ സമയത്താണ് അവന്റെ ബോസ് അങ്ങോട്ട് വരുന്നത്. അവിടെ ഫോട്ടോസ്റ്റാറ്റ് എടുത്ത പേപ്പറിൽ നിന്നും അയാൾക്കൊരു പേപ്പർ കിട്ടിയിട്ടുണ്ട്. അതിൽ എഴുതിയിരിക്കുന്നത് ഫൈറ്റ് ക്ലബിന്റെ റൂൾസ് ആണ്. അത് കാണിച്ചതിന് ശേഷം ബോസ് ചോദിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നിന്റെ പണിയാണെന്ന് എനിക്കറിയാം, എന്റെ സ്ഥാനത്ത് നീ ആയിരുന്നെങ്കിൽ നീ എങ്ങനെയാണ് ഇങ്ങനെ ഒരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ പ്രതികരിക്കുക എന്നാണ് ബോസ് അവൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അത് കേൾക്കുമ്പോൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിലോ ഞാൻ ഇത് കോപ്പി എടുത്തവനെ ഒന്നും പറയത്തില്ല. കാരണം അവൻ ഡേഞ്ചറസ് ആണ് എന്ന കാര്യം എനിക്കറിയാം. അവൻ എപ്പോൾ എങ്ങനെ എന്തൊക്കെ ചെയ്യും എന്ന് ഒരിക്കലും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനും സാധിക്കത്തില്ല. അതുകൊണ്ട് അവനോട് കളിക്കുന്നത് നല്ലതായിരിക്കത്തില്ല എന്നാണ് ജാക്ക് അയാളുടെ അടുത്ത് പറയുന്നത്. അവൻ അങ്ങനെയൊക്കെ പറയുന്നത് കേൾക്കുമ്പോൾ അയാൾക്ക് ശരിക്കും പേടിയായി. അതുകൊണ്ട് തന്നെ പിന്നീടൊന്നും പറയാതെ അയാൾ അവിടെ നിന്ന് പോവുകയും ചെയ്തു. ഈ സമയത്താണ് ജാക്കിന് ഒരു കോള് വരുന്നത്. അവനത് അറ്റൻഡ് ചെയ്യുമ്പോൾ മാർലയാണ്. അവളുടെ ശരീരത്തിലൊരു മുഴയുണ്ട് അത്രേ. അതൊന്ന് അവൻ വന്ന് ചെക്ക് ചെയ്ത് കൊടുക്കണം. അതിനാണ് അവൾ വിളിച്ചിരിക്കുന്നത്. അവളുടെ ആവശ്യം കേൾക്കുമ്പോൾ അവന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. നീ വല്ല ഹോസ്പിറ്റലിലും പോകാൻ നോക്ക് എന്നാണ് അവൻ ആദ്യം പറയുന്നത്. അത് കേൾക്കുമ്പോൾ എനിക്ക് ഹോസ്പിറ്റലിൽ പോകാനുള്ള പൈസ ഒന്നുമില്ല, നീ ഇതൊന്ന് വന്ന് ചെക്ക് ചെയ്ത് തന്നേ പറ്റൂ എന്ന് അവൾ വാശി പിടിക്കുകയാണ്. ഈ സമയം അവൻ ആലോചിക്കുന്നത് ടൈലറിനെ കുറിച്ചിട്ടാണ്. അവൾക്ക് വേറെ വല്ല ആവശ്യമാണെങ്കിൽ ടൈലറിന്റെ അടുത്തേക്ക് പോകും, ഇതുപോലത്തെ ഊള ആവശ്യമാണെങ്കിൽ എന്റെ അടുത്തേക്ക് വരും എന്നൊക്കെയാണ് അവനിങ്ങനെ ദേഷ്യത്തോടെ ആലോചിക്കുന്നത്. എങ്കിലും അവള് പറഞ്ഞതുപോലെ തന്നെ അവൻ അവളുടെ ഫ്ലാറ്റിലെത്തി അവളുടെ ശരീരമൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തു. അങ്ങനെ മുഴയൊന്നും അവളുടെ ശരീരത്തിലില്ല, അവൾക്കത് തോന്നിയതാണ്. അങ്ങനെ അന്ന് രാത്രി അവൻ വീട്ടിലേക്ക് പോകാൻ തുടങ്ങുമ്പോഴാണ് അവന്റെ പഴയ പാർട്ട്ണറായ ബോബ് അവന്റെ അടുത്തേക്ക് വരുന്നത്. അയാൾ ഇപ്പോൾ ഫൈറ്റ് ക്ലബ്ബ് ചേർന്നിട്ടുണ്ട്. ആ കാര്യം അവനോട് പറയാൻ വേണ്ടിയിട്ടാണ് അയാൾ വന്നിരിക്കുന്നത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുകയാണ്. ഒരു ദിവസം ടൈലർ ഇപ്പം എല്ലാവരുമായിട്ടൊരു മീറ്റിംഗ് കൂടിയിരിക്കുകയാണ്. അവൻ പറയുന്നത് അവരെല്ലാവരും ചെയ്യുന്ന ജോലിയെ കുറിച്ചിട്ടാണ്. ഇവരെല്ലാവരും തന്നെ തുച്ഛമായ ശമ്പളത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആൾക്കാരാണ്. നമ്മൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത്? ഇവിടെ എന്താ വല്ല സാമ്പത്തിക മാന്ദ്യവും ഉണ്ടോ? അല്ലെങ്കിൽ വല്ല ലോകമായുധവും നടക്കുന്നുണ്ടോ? എല്ലാ കാലവും നമ്മളെപ്പോലത്തുള്ള ആൾക്കാരാണ് ഇങ്ങനെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യാൻ വിധിക്കപ്പെട്ടവര്. വേറെ കുറെ എണ്ണം ഉണ്ടല്ലോ നല്ല രീതിയിൽ കാശ് വാങ്ങിയിട്ട് സുഖമായിട്ട് കഴിയുന്നവര്. നമുക്കെന്താ അവരെ പോലെ ജീവിച്ചാല്? അങ്ങനെയുള്ള ഒരു ജീവിതം നമ്മളെ കണ്ടെത്തിയേ പറ്റൂ എന്നിങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സമയത്താണ് ആ ബാറിന്റെ ശരിക്കുള്ള ഓണർ അങ്ങോട്ട് വരുന്നത്. ടൈലർ ആ ബേസ്മെന്റിന് വേണ്ടി സമ്മതം ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ ഒരു മാനേജറിന്റെ അടുത്താണ്. ഇയാളാണ് ഓണർ എന്നുള്ള കാര്യമൊന്നും ടൈലറിന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ അയാൾ അവിടെ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. ഇനി നിങ്ങളുടെ പരിപാടി ഒന്നും ഇവിടെ നടക്കത്തില്ല, എല്ലാവരും ഇപ്പൊ തന്നെ ഇറങ്ങിപ്പോ എന്നൊക്കെയാണ് അയാൾ പറയുന്നത്. എന്നാൽ ടൈലർ പോകാൻ കൂട്ടാക്കുന്നില്ല. അവൻ അയാളെ ഒരു ഫൈറ്റിന് ക്ഷണിക്കുകയാണ്. അങ്ങനെ ടൈലറും അയാളും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അവൻ ഇടിച്ച അയാളുടെ പരിപ്പ് ഇളക്കി. നല്ല രീതിയിൽ ഇടി കിട്ടിയോണ്ട് തന്നെ നിങ്ങൾ ഇവിടെ എന്താന്ന് വെച്ചാൽ കാണിക്കുന്നു പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി. അങ്ങനെ അയാൾ അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ടൈലർ ഇപ്പൊ ബാക്കിയുള്ളവരോട് വീണ്ടും സംസാരിക്കാൻ തുടങ്ങി. ഞാനിപ്പോ ഒരു അപരിചിതനുമായിട്ട് ഫൈറ്റ് ചെയ്തില്ലേ, നിങ്ങൾക്ക് ഞാൻ ഇനി ഒരു അസൈൻമെന്റ് തരാം. നാളെ നിങ്ങളും ഒരു അപരിചിതനെ കണ്ടെത്തിയിട്ട് ഫൈറ്റ് ചെയ്യണം. പക്ഷെ അതിൽ തോൽക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം എന്നാണ് ടൈലർ പറയുന്നത്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ തന്നെ ഈ ഫൈറ്റ് ക്ലബ്ബിലെ ആൾക്കാരൊക്കെ വഴിയെ പോകുന്ന ആൾക്കാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. ഈ സമയം ജാക്ക് നേരെ പോയിരിക്കുന്ന അവന്റെ ഓഫീസിലേക്കാണ്. അവൻ ഫൈറ്റ് ചെയ്യാൻ കണ്ടെത്തിയിരിക്കുന്നത് അവന്റെ ബോസിനെ തന്നെയാണ്. അവൻ ബോസിന്റെ അടുത്ത് ചെന്നിട്ട് ചില കാര്യങ്ങൾ അങ്ങോട്ട് പറയാണ്. ഞാൻ ഈ ജോലി രാജിവെക്കാൻ പോവാണ്. നിങ്ങളുടെ ഈ കമ്പനി ഉണ്ടല്ലോ മൊത്തത്തിൽ ഉടായ്പാണ്. നിങ്ങളിവിടെ ചെയ്യുന്ന ഉടായ്പകളെ കുറിച്ചൊക്കെ ഞാൻ പുറത്ത് വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഈ കമ്പനി അതോടെ പൂട്ടേണ്ടി വരും. അങ്ങനെ പൂട്ടാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കേണ്ടി വരും എന്നാണ് ജാക്ക് പറയുന്നത്. എന്നാൽ ആദ്യം അയാൾ അതിന് വഴങ്ങുന്നില്ല. അയാൾ ഉടനെ തന്നെ അവൻ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാൻ വേണ്ടി സെക്യൂരിറ്റീനെ വിളിക്കാൻ വേണ്ടി ഫോൺ എടുക്കുകയാണ്. ഈ സമയം ജാക്ക് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ അവൻ സ്വയം അവനെ തന്നെ ഇടിക്കാൻ തുടങ്ങി. ആ ഇടിക്കുന്നതിനിടയിൽ അയ്യോ എന്നെ തല്ലല്ലേ എന്നിങ്ങനെ അവനെ ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. പുറത്തുള്ളവരത് കേൾക്കുമ്പോൾ ബോസ് അവനെ തല്ലാന്നേ വിചാരിക്കത്തുള്ളൂ. അങ്ങനെ കുറേയൊക്കെ ഇടിച്ച് ചോരയൊക്കെ വന്നു കഴിയുമ്പോൾ അവൻ അയാളുടെ കാലിലേക്ക് അങ്ങോട്ട് വീഴാണ്. ഇനി ഞാൻ എൻ്റെ ആവശ്യം പറയാം. ഞാനൊരു കൺസൾട്ടന്റ് ആയിട്ട് എൻ്റെ വീട്ടിൽ തന്നെ ഇരുന്ന് ജോലി ചെയ്യാം. നിങ്ങൾ എനിക്ക് ശമ്പളം തന്നാൽ മതി. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളൊന്നും ഒരിക്കലും ഞാൻ ബുദ്ധിമുട്ടിക്കത്തില്ല എന്നാണ് ജാക്ക് പറയുന്നത്. ഈ സമയമാകുമ്പോഴേക്കും സെക്യൂരിറ്റീസ് ഒക്കെ അങ്ങോട്ട് എത്തി. മറ്റൊരു നിവൃത്തിയില്ലാതെ ബോസിന് അത് സമ്മതിക്കേണ്ടിയും വന്നു. അങ്ങനെ പിറ്റേ ദിവസം രാത്രി ജാക്ക് എല്ലാവർക്കും വീണ്ടും ഒരു അസൈൻമെന്റ് കൊടുക്കുകയാണ്. കാശുകാരായിട്ടിരിക്കുന്ന ആൾക്കാരുടെ സകല സാധനങ്ങളും നശിപ്പിക്കുക. അതാണ് അവൻ കൊടുത്ത പുതിയ അസൈൻമെന്റ്. അതിനെ തുടർന്ന് ആ ഫൈറ്റ് ക്ലബ്ബിലെ മെമ്പേഴ്സ് ഒക്കെ ഓരോരോ ആൾക്കാരുടെ വീട്ടിൽ ചെന്ന് അവിടുത്തെ സാധനങ്ങളൊക്കെ നശിപ്പിക്കാൻ തുടങ്ങി. ജാക്കും ടൈലറും ആണെങ്കിൽ റോഡ് സൈഡിൽ ഇങ്ങനെ നിർത്തിയിട്ടിരിക്കുന്ന പ്രീമിയം കാറുകളൊക്കെ തല്ലി തകർത്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു ദിവസം ടൈലർ ആ ഫൈറ്റ് ക്ലബ്ബിലെ മുഴുവൻ ആളുകളെയും അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി എല്ലാവരും ഇവിടെ നിന്നുകൊണ്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. ഇവിടെ വെച്ചിട്ട് തന്നെയാണ് അവൻ ആ പ്രൊജക്ട് മേഹേം എന്ന ആശയം ഉണ്ടാക്കിയത്. അതിനെ തുടർന്ന് ആ ആളുകളൊക്കെ കൂടെ ചേർന്ന് ഒരു ഫ്ലാറ്റ് കത്തിച്ചു. ആ ഒരു ന്യൂസ് ആണ് ഇപ്പൊ ടിവിയിൽ കാണുന്നത്. അത് കണ്ട് ആ ക്ലബ്ബിലെ അംഗങ്ങളൊക്കെ വളരെ സന്തോഷത്തോടെ ഇരിക്കുകയാണ്. എന്നാൽ ഈ കാര്യം ജാക്ക് ഇപ്പോഴാണ് അറിയുന്നത്. നിങ്ങൾ എന്തൊക്കെയാണ് അവിടെ ചെയ്തു കൂട്ടിയത് എന്നാണ് അവൻ അവരുടെ അടുത്ത് ചോദിക്കുന്നത്. എന്നാൽ അവരതിന് മറുപടി പറയുന്നില്ല. കാരണം പ്രൊജക്ട് മേഹേമിനും റൂൾസ് ഉണ്ട്. അതിലൊന്നാമത്തെ റൂൾ അതിനെക്കുറിച്ചിട്ട് ഒന്നും സംസാരിക്കാൻ പാടില്ല എന്നാണ്. അതുകൊണ്ടാണ് അവർ മിണ്ടാതിരിക്കുന്നത്.
അങ്ങനെ പിറ്റേ ദിവസം പോലീസുകാരെല്ലാരും കൂടെ ഒരു ചർച്ചയിലാണ്. സിറ്റിയിൽ ഇപ്പോൾ നല്ല രീതിയിൽ നോയ്സൻസ് നടക്കുന്നുണ്ട്. ഒരു അണ്ടർഗ്രൗണ്ട് ടീമാണ് എന്നതിനെ കുറിച്ചിട്ട് അവർക്ക് വിവരം കിട്ടിയിട്ടുണ്ട്. അമ്മാരെയൊക്കെ എത്രയും പെട്ടെന്ന് പിടിക്കണം എന്നൊക്കെയാണ് ആ പോലീസുകാരൻ മീറ്റിംഗിൽ ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ആ മീറ്റിംഗ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തൻ എഴുന്നേറ്റിട്ട് ബാത്റൂമിലേക്ക് പോകുന്നത്. അയാൾ ആ ബാത്റൂമിലേക്ക് ചെല്ലുമ്പോൾ ടൈലറും ടീമും കൂടെ അയാളെ അങ്ങോട്ട് പിടിച്ചു. അതിനുശേഷം അയാളെ നല്ല രീതിയിൽ ഉപദ്രവിക്കാൻ തുടങ്ങി. അങ്ങനെ ഉപദ്രവവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ടൈലർ അയാളെ ഭീഷണിപ്പെടുത്താണ്. ഒരു കാരണവശാലും ഇനി ഈ ഇൻവെസ്റ്റിഗേഷൻ മുന്നോട്ട് പോകാൻ പാടില്ല. ഒരു അണ്ടർഗ്രൗണ്ട് ടീം ഇതിന് പുറകിലില്ല. ഈ ഒരു കാര്യം നിങ്ങൾ എല്ലാവരോടും വിളിച്ചു പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അടുത്ത തവണ നിങ്ങളുടെ പണി ഞങ്ങൾ തീർക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് ടൈലർ അയാളെ ഭീഷണിപ്പെടുത്തുന്നത്. അയാളാണെങ്കിൽ സമ്മതിക്കുകയും ചെയ്യുന്നു. ഇതും കൂടെ ആവുമ്പം ജാക്കിന്റെ ദേഷ്യം അങ്ങോട്ട് കൂടാൻ തുടങ്ങി. കാരണം അവനോടൊന്നും പറയാതെയാണ് ടൈലർ ഈ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുന്നത്. അങ്ങനെ അവരവരുടെ കാറിൽ അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ ജാക്ക് ഈ പരിപാടിയെ കുറിച്ചിട്ടൊക്കെ ചോദിച്ചിട്ട് ടൈലറിന്റെ അടുത്ത് ശരിക്കും ദേഷ്യപ്പെടാൻ തുടങ്ങി. എന്താണ് ഈ പ്രൊജക്ട് മേഹം? ഞാൻ അറിയാതെയാണല്ലോ നീ ഇപ്പൊ പല കാര്യങ്ങളും ചെയ്യുന്നത്. നമ്മൾ ഒരുമിച്ചല്ലേ ഈ ഫൈറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയത് എന്നിങ്ങനെ പറഞ്ഞിട്ടാണ് അവനിങ്ങനെ ദേഷ്യപ്പെടുന്നത്. അതെല്ലാം കേൾക്കുമ്പോൾ നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. നീ എന്താണ് ചെയ്യുന്നത്? നടക്കുന്ന കാര്യങ്ങളൊക്കെ അതിന്റെ വഴിയെ നടന്നോട്ടെ എന്നും വിചാരിച്ചിട്ട് നീ മിണ്ടാതെ നിൽക്കും. അങ്ങനെ ഒരാൾക്ക് ഈ പ്രൊജക്ട് മേഹേമിൽ ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പിന്നെ ഇതിനെല്ലാം തുടക്കം നിന്റെ ഫ്ലാറ്റ് കത്തിയതല്ലേ? ഫ്ലാറ്റ് കത്തിയത് എങ്ങനെയാണെന്ന് നിന്റെ വിചാരം? അത് കത്തിച്ചത് ഞാൻ തന്നെയാണ്, നിന്റെ ഈ ചിന്താഗതികളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നീ നന്നാവുന്നില്ലല്ലോ എന്നൊക്കെയാണ് അവനിങ്ങനെ പറയുന്നത്. അവനാണ് ഫ്ലാറ്റ് കത്തിച്ചെന്ന് കേൾക്കുമ്പോൾ ജാക്കിനൊരു ഞെട്ടലായിരുന്നു. അതിനിടയിലാണ് അവരുടെ കാർ ആക്സിഡന്റ് ആവുന്നത്. ടൈലർ അത് മനഃപൂർവ്വം ഇടിച്ചു മറിച്ചതാണ്. ഒരു ആക്സിഡന്റിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് എങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് വരാം എന്നവനെ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ടൈലർ ഇപ്പോൾ ആ പണിയൊപ്പിച്ചത്. അങ്ങനെ ആ മറഞ്ഞ കാറിന്റെ അകത്തു നിന്നും ടൈലർ ജാക്കിനെ പുറത്തേക്ക് ഇറക്കി. ഭാഗ്യത്തിന് അവനൊന്നും പറ്റിയിട്ടില്ല. ഇനി ജീവിതത്തെക്കുറിച്ച് ടൈലറിന്റെ ചില കാഴ്ചപ്പാടുകൾ പറയാം. നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ചെയ്യുന്ന ജോലിയല്ല, നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ബാങ്കിലുള്ള പൈസയുമല്ല, നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഓടിക്കുന്ന കാറുമല്ല. നമുക്കൊന്നും അറിയാത്ത ഈ ലോകത്തിൽ ഒന്നിനെക്കുറിച്ചും അറിയാതെ എൻജോയ് ചെയ്യുന്ന, ഡാൻസ് ചെയ്യുന്ന വെറും ഒരു ആട്ടക്കാരനാണ് നിങ്ങൾ. ഇതാണ് ജീവിതത്തെക്കുറിച്ചിട്ടുള്ള ടൈലറിന്റെ കാഴ്ചപ്പാട്. അങ്ങനെ പിറ്റേ ദിവസമായി ജാക്ക് എഴുന്നേറ്റ് നോക്കുമ്പോൾ ടൈലറിന് അവിടെയെങ്കിലും കാണുന്നില്ല. എന്നാൽ ക്ലബിലെ ആൾക്കാരൊക്കെ കൂടെ ടൈലർ പറഞ്ഞ ആ പ്രൊജക്ട് മേഹേമിന്റെ പണിയിൽ തന്നെയാണ്. അവൻ അവരുടെ അടുത്തൊക്കെ ടൈലറിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട്. എന്നാൽ പ്രൊജക്ട് മേഹേമിന്റെ നിയമപ്രകാരം അതിനെക്കുറിച്ചൊന്നും സംസാരിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ അവരൊന്നും പറയുന്നുമില്ല. അങ്ങനെ അവൻ രാത്രി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് മാർലി അങ്ങോട്ട് വരുന്നത്. അവളെ കണ്ട ഉടനെ തന്നെ ജാക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നീ എന്തിനാണ് ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? ടൈലറിനെ അന്വേഷിച്ചല്ലേ? ടൈലർ ഇവിടെ ഇല്ല എന്നാണ്. അത് കേൾക്കുമ്പോൾ മാർലയ്ക്ക് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ഈ സമയത്താണ് അകത്തു നിന്നൊരു ശബ്ദം കേൾക്കുന്നത്. അവൻ അങ്ങോട്ട് ഓടിച്ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു അപകടം നടന്നിട്ടുണ്ട്. അതായത് അവന്റെ ആ പാർട്ട്ണർ ബോബ് ഉണ്ടല്ലോ, അയാളിപ്പോൾ മരിച്ചിരിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് നോക്കുമ്പോൾ ക്ലബിലെ ആൾക്കാരൊക്കെ നടന്ന കാര്യങ്ങളൊക്കെ അവൻ്റെ അടുത്ത് പറയാണ്. ടൈലർ പറഞ്ഞ പ്രകാരം ഇന്നത്തെ അവരുടെ മിഷൻ ഒരു കോഫി ഷോപ്പിന്റെ ഓഫീസ് തകർക്കുക എന്നുള്ളതായിരുന്നു. അതിനുവേണ്ടി അവർ ചെയ്തത് സിറ്റിയിലായിട്ട് ഒരു വലിയ ബോൾ വെച്ചിട്ടുണ്ട്. അത് കണക്ട് ചെയ്തിരിക്കുന്ന സാധനം അവർ ബോംബ് വെച്ച് തകർത്തു. അതിനെ തുടർന്ന് ആ ബോൾ ഉരുണ്ട് നേരെ അവിടെയുള്ള ബിൽഡിങ്ങിന്റെ അകത്തേക്ക് കയറി. അങ്ങനെ അവിടെ മൊത്തം തകർന്നുപോയി. അതിനെ തുടർന്ന് പോലീസുകാർ അങ്ങോട്ട് എത്തി. ഈ സമയം ബോബും ടീമും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും അപ്പോഴേക്കും പോലീസുകാർ വെടിവെച്ചു. കറക്റ്റായിട്ട് അത് ബോബിന്റെ തലയ്ക്കാണ് കൊണ്ടത്. അങ്ങനെയാണ് അവൻ മരിച്ചുപോയത്. അങ്ങനെ വളരെ കഷ്ടപ്പെട്ടാണ് ആ ആൾക്കാരൊക്കെ ബോഡിയും കൊണ്ട് ആ വീട്ടിലേക്ക് വന്നത്. ഇപ്പൊ അവര് പറയുന്നത് എത്രയും പെട്ടെന്ന് നമുക്ക് ഈ ബോഡി കുഴിച്ചിടണം, അല്ലാന്നുണ്ടെങ്കിൽ പോലീസുകാരൊക്കെ ഇങ്ങോട്ട് എത്തുന്നതാണ്. ഇതെല്ലാം കേൾക്കുമ്പോൾ ജാക്കിന് ശരിക്കും ദേഷ്യമാണ് വരുന്നത്. ടൈലറിനെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചേ പറ്റൂ. എന്നിട്ട് ഈ പ്രൊജക്ട് ഇതോടെ അവസാനിപ്പിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ മൊത്തം പ്രശ്നമാകാൻ പോവാണ്. ഇതൊക്കെ കൊണ്ട് തന്നെ അവൻ വീണ്ടും ടൈലറിനെ അന്വേഷിച്ച് ആ വീട്ടിലൊക്കെ നടക്കാൻ തുടങ്ങി. പക്ഷെ എവിടെയും കാണുന്നില്ല. ഈ സമയത്താണ് ടൈലർ യാത്ര ചെയ്ത കുറെ എയർ ടിക്കറ്റുകളൊക്കെ അവൻ കാണുന്നത്. പല രാജ്യങ്ങളിലേക്ക് അവൻ പോയിട്ടുണ്ട്. അങ്ങനെ അവൻ ടൈലറിനെ അന്വേഷിച്ചിട്ട് ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോയി നോക്കി. എന്നാൽ അവിടെയുള്ള ആരും ടൈലറിനെ നേരിട്ട് കണ്ടിട്ടില്ല. എന്നാൽ അവൻ പോയ സ്ഥലങ്ങളിലൊക്കെ അവനൊരു ഫൈറ്റ് ക്ലബ്ബ് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ അന്വേഷണത്തിനിടയിലാണ് അവനൊരു ബാറിലെത്തുന്നത്. ഈ സമയം ആ ബാർമാൻ അവനെ തിരിച്ചറിയുന്നുണ്ട്. അത് കാണുമ്പോൾ ജാക്കിന് ശരിക്കും കൗതുകമായി. നിങ്ങൾക്ക് എന്നെ അറിയാമോ എന്നാണ് ജാക്ക് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അതെന്ത് ചോദ്യമാണ്? നിങ്ങളല്ലേ കഴിഞ്ഞ വ്യാഴാഴ്ച ഇവിടെ വന്നിട്ട് പോയത് എന്നാണ് അയാൾ പറയുന്നത്. ഈ സമയത്താണ് അവൻ മറ്റൊരു കാര്യം ചോദിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആരാണ്? അവൻ ചോദിക്കുന്നു. നിങ്ങൾ ആരാണെന്ന് എനിക്ക് അറിയാമെന്ന് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ടൈലറാണ്. അയാൾ മറുപടി പറയുന്നു. അത് അവനൊരു ഞെട്ടലാണ് ഉണ്ടാക്കുന്നത്. എന്തുകൊണ്ടാണ് ആ ബാർമാൻ അവനെ ടൈലർ എന്ന് വിളിച്ചത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല. അവൻ ഉടനെ തന്നെ അവന്റെ ഹോട്ടൽ റൂമിലേക്ക് ചെന്നിട്ട് നേരെ മാർലയാണ് വിളിക്കുന്നത്. അതിനുശേഷം അവന്റെ അടുത്ത ചോദ്യം അവളുടെ അടുത്താണ്. നമ്മൾ തമ്മിൽ ഇതിനു മുമ്പ് സെക്സ് ചെയ്തിട്ടുണ്ടോ എന്നാണ് അവൻ അവളുടെ അടുത്ത് ചോദിക്കുന്നത്. അതേക്കുമ്പോൾ മാർലയ്ക്ക് വീണ്ടും ദേഷ്യം വരാൻ തുടങ്ങി. നീ എന്തൊക്കെയാണ് ഈ കാണിക്കുന്നത്? ഇത് നീ തന്നെയാണോ? നിനക്ക് ആവശ്യമുള്ള സമയത്തൊക്കെ എന്നെ വിളിക്കും, ആവശ്യമില്ലാത്ത സമയത്ത് കണ്ട പരിചയം പോലും നീ കാണിക്കുന്നില്ല. ഇത് നീ തന്നെയാണോ ടൈലർ എന്നാണ് അവൾ ചോദിക്കുന്നത്. അപ്പൊ അവളും അവനെ ടൈലർ എന്നാണ് വിളിക്കുന്നത്. അവൻ ഉടനെ തന്നെ ഫോൺ കട്ട് ചെയ്യുകയും ചെയ്തു. അങ്ങനെ ഫോൺ കട്ട് ചെയ്ത് തിരിഞ്ഞു നോക്കുമ്പോഴാണ് ആ റൂമിലുള്ള കസേരയിൽ ടൈലർ ഇരിക്കുന്ന അവൻ കാണുന്നത്. അതും കൂടെ കാണുമ്പോൾ അവന് ദേഷ്യം വരാൻ തുടങ്ങി. എന്താണ് ആൾക്കാരൊക്കെ എന്നെ ടൈലർ എന്ന് വിളിക്കുന്നത്? നീ വേറെ വല്ല പണിയോ ഒപ്പിച്ചോ എന്നാണ് അവൻ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ അത് നിനക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ലേ എന്നാണ് ടൈലർ അവന്റെ അടുത്ത് തിരിച്ചു ചോദിക്കുന്നത്.
ഈ ഒരു നിമിഷത്തിലാണ് അവൻ ആ സത്യം തിരിച്ചറിയുന്നത്. ഈ ടൈലർ എന്ന് പറയുന്നത് അവൻ തന്നെയാണ്. അതായത് ജാക്കിന്റെ ഒരു സ്പ്ലിറ്റ് പേഴ്സണാലിറ്റി. പുറത്തുനിന്ന് നോക്കുന്ന ഒരാൾക്ക് ടൈലർ എന്ന് പറയുന്ന വേറൊരു മനുഷ്യനില്ല. അവർക്കെല്ലാം ഈ ജാക്ക് തന്നെയാണ്. ഈ ഫൈറ്റ് ക്ലബ്ബ് ഉണ്ടാക്കിയതും പ്രൊജക്ട് മേഹം പ്ലാൻ ചെയ്തതും എല്ലാം ഈ ജാക്ക് തന്നെയാണ്. അവിടെ ടൈലർ എന്ന് പറയുന്ന രണ്ടാമതൊരു മനുഷ്യനില്ല. അവൻ ഇതുവരെ നടന്ന കാര്യങ്ങളൊക്കെ പുറകിലേക്ക് ചിന്തിച്ചു നോക്കിയപ്പോൾ ആ കാര്യം അവന് മനസ്സിലാവുകയും ചെയ്തു. അങ്ങനെ അവൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിഞ്ഞു. ഇനി എത്രയും പെട്ടെന്ന് ആ ബോംബിന്റെ കാര്യം എല്ലാവരെയും അറിയിക്കണം. അതിനുവേണ്ടി അവൻ നേരെ ചെല്ലുന്ന പോലീസ് സ്റ്റേഷനിലേക്കാണ്. അതിനുശേഷം അവിടെയുള്ള പോലീസുകാരുടെ അടുത്തൊക്കെ കാര്യം പറയാൻ തുടങ്ങി. എന്നാൽ അവൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്ന പോലീസുകാരും ഫൈറ്റ് ക്ലബ്ബിലെ അംഗങ്ങളാണ്. അവരും കൂടെ ചേർന്നിട്ടാണ് ഈ പ്രൊജക്ട് മേഹം നടത്തുന്നത്. അതുകൊണ്ട് തന്നെ ആ പ്രൊജക്ട് തടയാൻ അവർ സമ്മതിക്കുന്നില്ല. അവൻ അവിടെ പിടിച്ചു വെക്കാനാണ് ശ്രമിക്കുന്നത്. എന്നാൽ അവനാണെങ്കിൽ അവിടെ നിന്ന് എഴുന്നേറ്റ് ഓടുകയും ചെയ്തു. എന്നിട്ട് അവൻ സ്വയം ചെന്നിട്ട് ആ ബോംബുകളൊക്കെ ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ഈ സമയത്താണ് ടൈലർ അങ്ങോട്ട് വരുന്നത്. അങ്ങനെ അവർ തമ്മിൽ പരസ്പരം ഫൈറ്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ ഫൈറ്റിനൊടുവിലാണ് ടൈലർ അവൻ ആ കസേരയിൽ പിടിച്ചു വെക്കുന്നത്. ഈ സീനാണ് നമ്മൾ ഈ സിനിമയുടെ തുടക്കത്തിൽ കണ്ടത്. ഇനിയിപ്പം ടൈലറിന്റെ മുമ്പിൽ നിന്ന് രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ അവനാകെ ഒരൊറ്റ വഴിയേ ഉള്ളൂ. അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ തോക്കെടുത്തിട്ട് അവന്റെ കവിളിന് നേരെ ഷൂട്ട് ചെയ്യാണ്. അതോടൊപ്പം തന്നെ ടൈലർ മരിക്കുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും അവന്റെ അനുയായികളൊക്കെ മാർലെ അങ്ങോട്ട് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ടൈലറിന്റെ പണി അവൻ തീർത്തെങ്കിലും ആ ബോംബ് പൊട്ടിത്തെറിക്കുന്നത് തടയാൻ അവനെ കൊണ്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ ജാക്കും മാർലയും നോക്കി നിൽക്കെ ആ ബിൽഡിങ്ങുകൾ മൊത്തം തകർന്നു വീഴാണ്. അതൊക്കെ നോക്കിക്കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ നിൽക്കുകയാണ് അവർ രണ്ടുപേരും. ഈ ഒരു സീനും കാണിച്ചിട്ടാണ് ഈ സിനിമ അവസാനിക്കുന്നത്. ഇനി എന്താണ് ഈ സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ നമ്മൾ തന്നെ പിടിച്ചു വെച്ചിരിക്കുന്ന മറ്റൊരു നമ്മളുണ്ട്. നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാള്. പക്ഷെ നമ്മൾ ആ വ്യക്തിയെ നമ്മുടെ മനസ്സിനകത്ത് തന്നെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. ഈ നമ്മളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ജാക്ക് എന്ന് പറയുന്നത്. അവൻ അവന്റെ ശരീരത്തിനകത്തെ മറ്റൊരു പേഴ്സണാലിറ്റിയെ പുറത്തേക്ക് കൊണ്ടുവന്നു. പക്ഷെ അത് ഡേഞ്ചറസ് ആണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ ആ പേഴ്സണാലിറ്റിയെ കൊന്നുകളയും ചെയ്തു. ഈ ഒരു കാര്യമാണ് ഈ സിനിമ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത്. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.